പൊറുക്കാൻ പറ്റാത്തൊരു കാര്യം, ചേകന്നൂർ മൗലവിക്ക് വേണ്ടി വലിയ ഒച്ച വെച്ച എത്ര പേർ മാധവിക്കുട്ടിക്ക് വേണ്ടി ശബ്ദിച്ചു? ഇസ്ലാമിക ഭീകരവാദത്തിൻ്റെ ആഗോള കച്ചവടത്തിൻ്റെ മതപരിവർത്തനം എന്ന ആഗോള കൊള്ളയുടെ ഏറ്റവും വലിയ ഏജന്റ് മലപ്പുറത്തെ മുസ്ലിം ലീഗിൻ്റെ നേതാവായ ഒരു വലിയ MP ആണ് എന്ന് ചരിത്രം പകൽ വെളിച്ചം പോലെ വിളിച്ചു പറയുമ്പോൾ, മലയാളത്തിൽ ലീലാ മേനോൻ മരിച്ചുപോയി. അവർ ചങ്കുപൊട്ടി പറഞ്ഞു നോക്കി, കേട്ടില്ല. ഇപ്പോൾ കനേഡിയക്കാരിയായ ഒരു എഴുത്തുകാരി മെറിലി വെസ്ബോർഡ് എന്ന എഴുത്തുകാരി, മാധവിക്കുട്ടിയുടെ അവസാനത്തെ 10 കൊല്ലം അവരോടൊപ്പം സഞ്ചരിക്കുകയും ജീവിക്കുകയും ചെയ്ത ആത്മസുഹൃത്താണ്. മാധവിക്കുട്ടി മലയാളത്തിൽ ആരാണോ കനേഡിയൻ സാഹിത്യത്തിൽ അത്രയും തത്തുല്യമായി നിൽക്കുന്നൊരു എഴുത്തുകാരിയാണ്. നമ്മളെപ്പോലെ ജാടയില്ലാത്തതുകൊണ്ട്, നമ്മളെപ്പോലെ കാപട്യം ഇല്ലാത്തതുകൊണ്ട് അവരെ തുറന്നെഴുതി. മരിക്കുന്നതിന് മുമ്പ് മാധവിക്കുട്ടി കാണിച്ചു കൊടുത്തു, ഇങ്ങനെയൊക്കെയാണ്, ഇവനാണ് ഭീകരൻ എന്ന് ഞാൻ എഴുതട്ടെ. മാധവിക്കുട്ടി ആകെ പറഞ്ഞത്, മോളെ ഞാൻ മരിച്ചു പോയിട്ട് അയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത് കാണരുത്, അതുകൊണ്ട് അവൻ്റെ പേരൊന്ന് മാറ്റിക്കോ. അങ്ങനെയാണ് സാദിഖ് അലി ആയത്. സാദിഖ് അലി ആക്കാൻ വളരെ എളുപ്പമാണ്. ഇപ്പോൾ കമലിന് അത്രയും ധൈര്യം ഉണ്ടായില്ല. കമൽ കോലം വേഷമൊക്കെ ഏതാണ്ട് ആളാരാണ് എന്ന് ബോധ്യപ്പെടുന്ന മട്ടിൽ കൊടുത്തു. പക്ഷെ പേര് വേറെന്താ, അക്ബർ അലിയോ വേറെന്തോ ഒരു പേര് കൊടുത്തു. അക്ബർ അലിയും സാദിഖ് അലിയുമല്ല, ആ ഭീകരൻ്റെ യഥാർത്ഥ പേര് സമദാനിയാണ് എന്ന് പറയാൻ മലയാളത്തിന് എന്താ നാക്കുപൊങ്ങാത്തത്? ഇത് ചെറിയ കാര്യമാണോ? വ്യക്തിപരമായി ഞങ്ങൾക്കൊക്കെ അടുപ്പമുള്ളവരാവും. പക്ഷേ മാധവിക്കുട്ടിയോട് അതിക്രമം കാണിക്കുക എന്ന് പറഞ്ഞു. എന്താ പുസ്തകം സാക്ഷ്യപ്പെടുന്നത്? 67 വയസ്സുള്ള അമ്മയുടെ പ്രായമുള്ള ഒരാളെ പരസ്യമായി ആ കടവിനടുത്ത റിസോർട്ടിൽ കൊണ്ടുപോയി ആ ചാലിയാറിൻ്റെ പടവുകളിലിട്ട് ബലാത്കാരം ചെയ്യുക. എന്നിട്ട് അവർ കലഹിക്കുമ്പോൾ ഞാൻ കെട്ടിക്കോളാന്ന് പറയാം. ഇന്നു മുതൽ 10-ാം ദിവസം എൻ്റെ ഭാര്യയാവും, അതിന് കണ്ടീഷൻ മതം മാറണം. ഉടനെ തയ്യാറായി. പ്രണയത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരുന്ന ആ അത്യുജ്വലമായ ജന്മം എന്തിനും തയ്യാറായി. അവർ മതം മാറാൻ ഏർപ്പാടാക്കി. പാളയം ഇമാമിനെ വിളിച്ചു. തിരുവനന്തപുരത്തെ സൗത്ത് പാർക്ക് ഹോട്ടലിൽ ഡിന്നർ ബുക്ക് ചെയ്തു. പിന്നെ ഫോൺ എടുത്തില്ല. പിന്നെ കേൾക്കുന്നത് അവർ മതം മാറി, അവർ മുന്നോട്ട് പോയി. പിന്നെ കേൾക്കുന്ന കഥ ഇതാണ്. കഥ എന്നല്ല, സത്യം. സൗദി അറേബ്യൻ ജാലിയാത്തിൽ നിന്ന് $10 ലക്ഷം $10 ലക്ഷം ഈ കച്ചവടത്തിന് കൈപ്പറ്റിയത്. ലോകപ്രസിദ്ധയായ ഒരു എഴുത്തുകാരിയെ ഞാനിതാ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്ന് തന്നിരിക്കുന്നു, ഏൽപ്പിച്ച് തന്നിരിക്കുന്നു. ആ കങ്കാണിയുടെ പേര് എന്തുകൊണ്ടാണ് മലയാളം മിണ്ടാത്തത്? എന്തുകൊണ്ടാണ് കേരളത്തിൽ? എനിക്ക് തോന്നുന്നു മലപ്പുറം ജില്ലയിലെങ്കിലും മുസ്ലിം ലീഗ് പോലെ ഒരു പാർട്ടിയുടെ ആപ്പീസ് പൊട്ടിക്കാൻ ഈ ഒരു ഒറ്റ ഇഷ്യൂ മതിയായിരുന്നല്ലോ. എന്താ മിണ്ടാത്തത്? ഇപ്പോഴും ഇന്നലെ ഞാൻ ഞെട്ടിക്കുന്നൊരു കാഴ്ച കണ്ടു. നമ്മുടെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കൊക്കെ ഇപ്പോഴും സ്വീകാര്യനായ വലിയ ഒരു വാഴ്ത്ത് പണ്ഡിതനായിട്ട് ഇദ്ദേഹത്തെ എഴുന്നള്ളിക്കുന്ന ഒരു കാഴ്ച ദയനീയമാണ് എന്ന് പറയാതെ നിവൃത്തിയില്ല. അതുകൊണ്ട് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്, ഇങ്ങനെ ഒരു കാലമാണ് ഇത്, കെട്ട കാലമാണ് എന്നൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് എനിക്കറിയില്ല. ഇതെന്തായാലും ചുട്ട കാലമാണ്. മനുഷ്യൻ്റെ സാമാന്യബോധത്തെ, യുക്തിചിന്തയെ, സ്വതന്ത്ര ചിന്തയൊക്കെ വലിയ തോതിൽ ആക്രമിക്കുകയും കരിച്ചു കളയുകയും ചെയ്യുന്നൊരു കാലമാണ് നമ്മുടെ ഇപ്പോൾ ഒടുവിൽ വന്നത്. മാധവിക്കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും ഉണ്ടൊരു ജന്മം എനിക്കെങ്കിൽ എനിക്ക് കേരളത്തിൽ തന്നെ പിറക്കണം എന്നൊക്കെ പറയുന്നവരാണല്ലോ നമ്മൾ. മാധവിക്കുട്ടി പറഞ്ഞത്, എനിക്ക് ഈ മണ്ണിൻ്റെ കാറ്റ് തട്ടാതെ മരിച്ചു പോയാൽ മതി. അങ്ങനെയാണ് പൂനെയിൽ പോയി കിടന്ന് മരിച്ചത്. മാത്രം ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാമിക ഭീകരത RSSനേക്കാൾ ഭീകരമാണ് എന്ന് പറയാൻ മലയാളത്തിലെ 1-ാം സാക്ഷി കമലാദാസാണ്. കമലാദാസ് പറയുന്നുണ്ട്, എൻ്റെ മക്കൾ എന്നെ വന്ന് പ്രത്യേക വിമാനത്തിൽ വന്ന് ഭീഷണിപ്പെടുത്തി. ഇപ്പോൾ വലിയ ഇപ്പം ഞാൻ പറയുന്ന പാളയം ഇമാമിൻ്റെ തൊട്ടടുത്ത് നിന്നിട്ട് മാധവിക്കുട്ടിക്ക് വേണ്ടി മയ്യത്ത് നിസ്കരിച്ച മോനു നാലപ്പാടിനെ പോലുള്ള കപടന്മാരുണ്ടല്ലോ, അവരെക്കുറിച്ചാണ് പറഞ്ഞത്. അവർ പ്രത്യേക വിമാനത്തിൽ വന്ന്, അമ്മേ, ഹിന്ദു മതത്തിൽ നിന്ന് അമ്മ പോയി ഇസ്ലാം മതത്തിൽ ചേർന്നതിന് ഞങ്ങൾക്ക് വിരോധമൊന്നുമില്ല, കാരണം ഞങ്ങൾക്ക് അപകടമൊന്നും വരാനില്ല. പക്ഷേ മറിച്ചു പോയാൽ അമ്മയെ മാത്രമല്ല ഞങ്ങളെ കൂടി അപായപ്പെടുത്തും. അതുകൊണ്ട് അമ്മേ ദയവായി ചെയ്യല്ലേ, എൻ്റെ മക്കളുടെ ഭീരുത്വമാണ് എൻ്റെ വ്യക്തിത്വം നഷ്ടപ്പെടുത്തിയത് എന്ന അമ്മ വിലപിച്ചുകൊണ്ടാണ് മരിച്ചുപോയത്. മാധവിക്കുട്ടി അഭിമന്യുവിന് മുമ്പേ നമുക്കൊരു പാഠമാകട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സ്വതന്ത്ര ലോകത്തിൻ്റെ ഈ ചിന്ത സായാഹ്നത്തിന് എല്ലാ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നമസ്കാരം.